എല്ലാവർക്കും പുതിയ നമ്മളെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ എടുക്കണം എന്നുള്ളത്, അതും ഫുള്ള് കോയിന് കൊടുത്തുങ്ങാണ്ട് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കോയിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ ഇത് ചില്ലറയും കൊണ്ട് പോകണമെന്ന് വിചാരിച്ചത് കേട്ടോ. ₹1 ഒരു ദിറംസിൻ്റെ കോയിനും അതുപോലെ തന്നെ 50 ഫിൽസിൻ്റെ കോയിനുകൾ 25 ഫിൽസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ ഏകദേശം ഒരു 5000 ദിറംസിൻ്റെ അടുത്തുള്ള കോയിൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ പമ്പിലോ കൊടുത്തുങ്ങാണ്ട് ഒന്ന് ആ കോയിനോ കൊടുത്തുങ്ങാണ്ട് ഒന്ന് കറൻസി ആക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം അവർക്ക് കണക്ക് കൂട്ടുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറ്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആ കോയിനൊക്കെ ഇനിയിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കറൻസി ആക്കി മാറ്റണം. അപ്പോൾ അതിന് ഇനി കുറേ തൂക്കി നോക്കുമ്പോൾ ഏകദേശം ഒരു 15-20 കിലോത്തിൻ്റെയൊക്കെ അടുത്ത് തൂക്കമുള്ള മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഓരോ പാക്കറ്റ് 100, 200 അങ്ങനെ വെച്ചങ്ങാണ്ട് ഒരു ദിറംസിൻ്റെ അതേമാതിരി 50 ഫിൽസിൻ്റെ 25 ഫിൽസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഞാനത് കാണിച്ചു തരട്ടെ. എന്തായാലും നമുക്ക് അത് കൊടുത്തുകൊണ്ട് എന്തായാലും മൊബൈൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ബാഗിലാണ് നമ്മൾ കോയിൻ ഇട്ടിട്ടുള്ളത്. നല്ല വെയിറ്റാണ്, സാധനമൊന്നും പൊങ്ങണില്ല. ഉണ്ടാ, ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് കേട്ടോ, കോയിനുകളാണ്. ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്തെങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 100, 200, 400, 50 അങ്ങനെ പലതിലും നമ്മൾ എണ്ണി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് സാക്ഷാത്കരിച്ചു കേട്ടോ. അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള 14th Pro Max 512 GB. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് അൺബോക്സിങ് കുറേ ആൾക്കാർ ചെയ്തു. എന്നിരുന്നാൽ പോലും നമ്മൾ നൈസായിട്ടൊന്ന് എടുക്കുകയാണ്. നിങ്ങളെ മുന്നിലൊന്ന് കാണിച്ചില്ല എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ പൊട്ടിക്കാൻ ഇട്ടാണ്. അടുത്തിങ്ങനെ വിടുന്നു. എന്നാ കൊടുന്നോ അടി വെക്ക. അതവിടെ ബാക്കില് പറഞ്ഞിതുണ്ട്. ഓ ഇത് നമ്മളേതായാലും ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് ഒരു മൊബൈൽ മേടിച്ചുകൊണ്ട് ഇതാക്കണം. ഈ ഒരു സാധനം മാത്രം അതിലുള്ളത്, കേബിൾ മാത്രം, പിന്നെ ഒരു ഫോണും മാത്രം, പിന്നെ ചെറിയൊരു കാറ്റലോഗും ഉണ്ട്. ഇത് മാത്രം അതിലുള്ളത് കേട്ടോ. ഇപ്പോൾ ആന മേടിച്ചും കണ്ട് തോട്ടി മേടിച്ചാൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇപ്പോൾ വെറും 0 ആണ്. ഞാൻ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പൈസ കടം കൊടുത്തിട്ട് വേണം. പൈസ ഓണാക്കിയില്ലേ കാണുമ്പോഴുള്ള 2 ദിവസം പിടിച്ചതിന് വ്യത്യാസമാവും. അപ്പോൾ റേസ് തന്നെ ആദ്യം ഇത് ഓണാക്കിക്കൊണ്ട്, അത് വേറെ കഥ. അങ്ങനെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഐഫോൺ എടുക്കണം എന്നുള്ളത്. അവസാനം അതങ്ങോട്ട് എടുത്തു. നമ്മൾ US ആണ് കേട്ടോ, USAൻ്റെ മറ്റേ മേഡ് ഇൻ USA നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിന് ഇതിനെക്കുറിച്ച് കണ്ടിട്ട് US എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ളത്. പിന്നെ ഞാൻ ഈ സിം ആക്കാൻ വേണ്ടി കണ്ട് എത്തിസിലാത്ത് പോയപ്പോൾ അവിടുന്ന് കുറച്ച് ആളുകൾ മറ്റേ എടുക്കേണ്ടതിൽ എനിക്ക് TR എടുത്തുവിടാനില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ നമുക്ക് പിന്നെ ഒരു എക്കച്ചങ്കയായിട്ടുള്ള പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഈ USAൻ്റെ മേഡ് ഇൻ US എടുത്തുകൊണ്ട് പിന്നെ ഈ സിം വർക്കാവണില്ല, മറ്റേ USAൻ്റെ നമ്പറൊക്കെ കാണിക്കണമൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ള എനിക്ക്. ഇന്നലെ രാത്രി ഞാൻ വീണ്ടും വീഡിയോ ജസ്റ്റ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു ഈ ഐഫോണിൻ്റെ ഭ്രാന്തായതുകൊണ്ട് തന്നെ. നമ്മൾ ദുബൈയിലുള്ള നമ്മളൊരു വ്ളോഗറുണ്ട് BBA, മൂപ്പര വീഡിയോസ് എപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇന്നലെ മൂപ്പരൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു USAൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി കണ്ടുള്ളത്. 70% ആളുകൾ USAൻ്റെ പ്രൊഡക്റ്റാണ് മേടിക്കുന്നത്. എന്താ വെച്ചാൽ ഒന്നാമത് റേറ്റ് കുറവാണ്. ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TR ഒക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്കത് താങ്ങണില്ല. അതുകൊണ്ടാണ് നമ്മൾ USAൻ്റെ എടുത്തത്. അപ്പോൾ ഈ സിം എങ്ങനെയാടാ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം നേരെ ഈ സിം ഇടാൻ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സിം ഇട്ടതിന് ശേഷം മറ്റേ എനിക്ക് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ മറ്റേ ഔട്ട് ഗോയിങ് നമ്മൾ വിളിക്കാൻ കരുതിയ നമ്പർ മറ്റേ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് ഒന്നുകൂടി വ്യത്യസ്തത്ത് പോയി കണ്ട് നോക്കണം.
ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ, അത് വേറെ കഥ. പിന്നെ ഞാനിത് എടുക്കാനുള്ള കാരണം മെയിനായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഫോട്ടോസ് അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ US സാധനം എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൽ വലിയൊരിതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനത്തെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന് ഈ ഒരു മറ്റേ 14 Pro Max ഈ നിലയെത്തുന്ന കരഞ്ഞ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻട്രോ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മളെ പഴയ മൊബൈലിൽ നിന്നാണ് കേട്ടോ, മറ്റേ Nova 3E ഹുവായുടെ സെറ്റ് ഉണ്ടല്ലോ, ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ സെറ്റിൽ നിന്നാണ്. പിന്നെ നമ്മൾ അൺബോക്സിങ് വീഡിയോ എടുത്തത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 Pro Max എന്നാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പോഴത്തെ പുതിയ ഫോണായിട്ടുള്ള 14 Pro Max എന്നാണ്. എന്താണെന്നുണ്ടെങ്കിലും ഇനിയുള്ള വീഡിയോസുകൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത് ഈ ഒരു മൊബൈലിൽ നിന്നായിരിക്കും. എന്തായാലും കൂടുതൽ പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കണില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ഗുഡ് ബൈ.